ആളി കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. എനക്ക് കാശിനിപ്പോ എന്താ കുറവ്? എന്റെ കെട്ടിയ പറഞ്ഞ അങ്ങനെയാണല്ലോ. ഞാൻ ഇപ്പൊ ഇറച്ചിയൊക്കെ വാങ്ങിച്ചതിനായിരിക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. അങ്ങനെ ഇന്നാണ് നമ്മുടെ പെരുന്നാൾ ദിവസം. രാവിലെ ഞാനൊരു 7:30 ആയപ്പോഴത്തേക്ക് എണീറ്റിട്ട് ഇറച്ചി മേടിക്കണം എന്ന് ഇന്നലെ ഞാൻ കണ്ണമ്മോനോട് രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോഴാണ് അവൻ എണീറ്റത് തന്നെ. പക്ഷെ രാത്രി തന്നെ അവൻ പറഞ്ഞതുകൊണ്ട് മിനിയ ആൻറ്റി കൊച്ചുവപ്പയെടുത്ത് കാശൊക്കെ കൊടുത്ത് വിട്ടിരുന്നു ബീഫ് മേടിക്കാനായിട്ട് എനിക്കും കൂടെ. അങ്ങനെ ദേ കൊച്ചുവപ്പ 1 കിലോ ബീഫുമായിട്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഗേറ്റിനടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് നോക്കുന്നത് ഇന്ന് പോർക്ക് വെട്ടുന്നുണ്ടോ എന്നാണ് കേട്ടോ. അവിടെ നോക്കിയപ്പോൾ നല്ല തിരക്ക്. അപ്പോൾ മനസ്സിലായി പോർക്ക് വെട്ടുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ വേഗം അകത്ത് പോയിട്ട് പോർക്കിനും കൂടെയുള്ള കാശും എടുത്തുകൊണ്ട് വന്ന് കൊച്ചുവപ്പനെ ഏൽപ്പിച്ചു. ആലൻ ഇല്ല കേട്ടോ. രാവിലെ ഞാനിങ്ങനെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് കേട്ടു സിസിജിന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം, ഞാൻ വന്ന് തുറക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങോട്ടേക്കായിരിക്കണം പോയത്. കൊച്ചുവപ്പ അതേ നടന്നു പോകുന്നു പോർക്ക് മേടിക്കാനായിട്ട്. കുരിശടി കഴിഞ്ഞാൽ ഒരു 3 വീട് അപ്പുറത്തായിട്ടാണ് പോർക്ക് വിൽക്കുന്നത്. രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്നലത്തെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് മേഞ്ഞിറങ്ങി ഒരു നേരമായി രണ്ടുപേരും കിടന്നപ്പോഴേക്ക് മമ്മിയും ചേച്ചിയൊക്കെ തിരിച്ച് പുലിച്ചിറയിലേക്ക് പോയി കേട്ടോ. ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു 10-12 പൂച്ചകളും ഉണ്ട്, ചേച്ചിക്ക് ഒരു ഡോഗും ഉണ്ട്, ചോക്കോ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണവും ഒക്കെ കൊടുക്കണം. അങ്ങനെ അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ പോയി കിടന്നുറങ്ങിയിട്ട് നീയും പതുക്കെ എണീറ്റാൽ മതി, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇങ്ങ് പോന്നോളാം, ലഞ്ച് മാത്രം ആക്കിയാൽ മതിയെന്ന്. ചേച്ചിയാണെങ്കിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ കൂടെ പോയി കിടന്ന് മര്യാദയ്ക്ക് ഉറങ്ങിക്കോ, നിൻ്റെ കണ്ണും മുഖവും കണ്ടറിയാൻ ടയേർഡാണെന്ന്, ഒരു പരിപാടിക്ക് നേരത്തെ എണീക്കരുത്, നല്ലപോലെ ഉറങ്ങി എണീറ്റാൽ മതിയെന്നും പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ 7:30 ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് ഉണർന്നു. എനിക്ക് പിന്നെ കിടന്നിട്ട് ഉറക്കവും വന്നില്ല. പിള്ളേർക്ക് ഞാൻ രാവിലെ നൂഡിൽസ് അങ്ങ് ഉണ്ടാക്കി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പോർക്കും ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ലാവിഷായിട്ട് കഴിക്കണമെങ്കിൽ രാവിലെ വയറ് കാലിയാക്കി ഇടണം. പാല് ഞാൻ വെച്ചില്ല, ഒന്നാമത് പാലില്ല ഇവിടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുക്കൂനെ എണീപ്പിച്ച് എനിക്ക് പാല് മേടിക്കാൻ പോകും എന്ന് പറയാനും തോന്നിയില്ല. ഉറങ്ങട്ടേന്ന് കരുതി. എണീക്കുന്ന ഉടനെ രണ്ടുപേരും ന്യൂഡിൽസ് അങ്ങ് കഴിച്ചോളൂ. കാപ്പി കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഉരിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. സവാളയും ഒക്കെ ഉരിച്ചു വെച്ചു. ഇനി അങ്ങോട്ടുള്ള എല്ലാ പരിപാടിക്കും കുറച്ചധികം ചെറിയുള്ളിയും സവാളയൊക്കെ വേണ്ടി വരും. അപ്പോൾ അതേ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ന്യൂഡിൽസ് അങ്ങ് സെറ്റായി. കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ തട്ടിയിട്ട് അടച്ചങ്ങ് വെച്ച് വേവിച്ചെടുത്തു. വലിയ പരിപാടികളൊന്നുമില്ലായിരുന്നു. ഇനി ബീഫ് അങ്ങോട്ടേക്ക് അടുപ്പത്താക്കാം. ബീഫ് എടുത്ത് നന്നായിട്ട് കഴുകി അതൊന്ന് വെള്ളം വാർന്ന് വരാനായിട്ട് ഇത്തിരി നേരം വെക്കുന്നുണ്ട്. ബീഫ് എനിക്ക് ഫ്രൈ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അത് അത്രയും ഡ്രൈ ആയിട്ട് വരുന്നതാണ് നല്ലത്, അധികം വെള്ളം ഇല്ലാതെ. സവാളയും ഉള്ളിയും പോലെ തന്നെ ഇന്നത്തെ പരിപാടികൾക്കെല്ലാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഞാനങ്ങനെ അതും റെഡിയാക്കി വെച്ചു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയായപ്പോഴേക്ക് കൊച്ചുവപ്പ പോർക്കുമായിട്ട് എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോ ഗ്ലാസ് വൈൻ കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്രേപ്പ് വൈനാണ് കേട്ടോ. അവിടെ ആ സ്ക്വയർ പോർഷനായിട്ട് ബ്ലർ ചെയ്ത് വെച്ചേക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ദർ ആർ തിങ്സ് ദാറ്റ് ഐ എം നോട്ട് സപ്പോസ് ടു ഷോ. ഇതിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. ഇതൊരു ടിപ്പിക്കൽ ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഈ ദിവസം തന്നെ നമ്മൾ നമ്മുടെ 3 കുക്കറിൽ 2 എണ്ണം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. 3 ലിറ്ററിൻ്റെ കുക്കറിൽ ഞാൻ 1 കിലോ ബീഫ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഇത്തിരി ബിരിയാണി മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊരു 4 വിസിലും ലോ ഫ്ലെയിമിലൊരു 4 വിസിലും അടിച്ച് വേവിച്ചെടുക്കാം. ഇൻഡക്ഷൻ ബോട്ടമുള്ള കുക്കറുകളെല്ലാം എനിക്ക് തോന്നുന്നു ഇതിൽ പലരും പറഞ്ഞു പീജൻ്റെ കുക്കേഴ്സ് നല്ലതല്ല എന്ന്. ഞാൻ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു കുക്കറിൻ്റെയൊക്കെ, അതായത് നമ്മുടെ ആ വലിയ കുക്കറിലൊഴികെ ബാക്കി ഈ 2 കുക്കറിൻ്റെ മേലിലും എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കീപ്പ് ഓൺ ലോ ഫ്ലെയിം എന്ന്. കുക്കർ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിരുന്നില്ലേ അതിൻ്റെ ആ ഇൻഡക്ഷൻ ബോട്ടം. അപ്പോൾ ഈ ചെറിയ കുക്കർ ആവുമ്പോൾ അതങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡക്ഷൻ ഉള്ള സ്ഥലത്ത് മാത്രമേ തീ അടിക്കാവൂ. അതായത് സൈഡിൽ നിന്നും കൂടെ കുക്കറിന് നമ്മൾ ചൂട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചൂട് കൊടുക്കുമ്പോഴാണ് ഈ ഇൻഡക്ഷൻ ബോട്ടത്തിന് കേടുപാടുകളൊക്കെ വരുന്നത്. കറക്റ്റ് ആ ഒരു റൗണ്ടിനുള്ളിൽ തീ നിർത്താൻ നോക്കുക. ഈ വലിയ കുക്കറിൽ ഇപ്പോൾ ഞാൻ അരി ഇട്ടേക്കുന്നത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിലങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. തീ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചാലും അതിൻ്റെ ആ ഇൻഡക്ഷൻ ബോട്ടം അത്രയും വലുതായതുകൊണ്ട് കുക്കറിനൊന്നും പറ്റത്തില്ല. ബീഫ് ഞാൻ കുക്കറിൽ വെച്ചതിന് ശേഷം പോർക്ക് കഴുകി ഊറ്റാൻ വെച്ചിട്ടാണ് കേട്ടോ ചോറിന് അരി ഇട്ടത്.
ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറല്ലേ, ഞാനൊരു 2.5 നാഴി ആദ്യം ഇടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു 2 നാഴി ഇടുന്നുണ്ട്. ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ടുണ്ടല്ലോ എനിക്ക് പറയാൻ പറ്റത്തില്ല എത്ര പേര് ഇവിടെ ഇന്ന് ലഞ്ചിന് ഉണ്ടാവുമെന്ന്. അങ്ങനെ ആരെങ്കിലും ആ ടൈമിൽ വരുമ്പോഴത്തേക്ക് കഴിച്ചിട്ട് പോ എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ കുറച്ചധികം ചോറ് ഞാൻ ഇന്ന് വെക്കുന്നുണ്ട്. 2 തവണയായിട്ടാണ് ചോറ് വെച്ചെടുക്കുന്നത്. പിന്നെ കുക്കർ എപ്പോൾ അടുപ്പിൽ വെച്ചാലും ഗ്യാസിൽ വെച്ചാലും ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ഒന്ന് വെച്ച് ചൂടായി കഴിയുമ്പോൾ കൈ വെച്ച് ആ വിസിലൊന്ന് നമ്മൾ പൊക്കി നോക്കണം, ആവിക്ക് മേലിലോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്ന്. അങ്ങനെ പോകാൻ പറ്റാതെ എന്തെങ്കിലും കയറി ഇരിക്കുമ്പോഴൊക്കെയാണ് ഈ കുക്കർ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുന്നത്. കുക്കർ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ അതിൽ ആവി ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് വിസിൽ ചെറുതായിട്ടൊന്ന് പൊക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആവിക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ തുടങ്ങുമ്പോൾ തന്നെ. എന്തായാലും മൂന്നാമത്തെ ഒരു ബേണർ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ ഞാൻ രസത്തിനുള്ള കലം വെച്ചു. ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും കൂടെ കുറച്ച് ചെറിയുള്ളിയും കൂടെ അരച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ കുറച്ച് പുളിയെടുത്ത് ഒരു കിണ്ണിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് രസത്തിനായിട്ട്. ഇനി നമുക്ക് നേരത്തെ പൊളിച്ച് വെച്ചിരുന്ന ചെറിയുള്ളിയും സവാളയും ഒക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ ഈ അരിയുന്നതിൻ്റെ ഇടയിൽ തന്നെ 2 പേര് എണീറ്റ് വന്നു. ഞാൻ നേരെ ബ്രഷ് ചെയ്യാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. 2 പേരും അവിടെ നിന്ന് പല്ലൊക്കെ തേച്ചോളും. നിലുവിന് കൊപ്പിളിക്കാൻ പറ്റത്തില്ല, അതിന് കുക്കു ഹെൽപ്പ് ചെയ്തോളും. അപ്പോൾ നമുക്കിതങ്ങ് അരിഞ്ഞ് മാറ്റാം. എന്നാലേ ബാക്കിയുള്ള പരിപാടികൾക്ക് എനിക്ക് ചറ പറയാന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ളി വാരിയിടാൻ പറ്റത്തുള്ളൂ. എല്ലാ കാര്യത്തിനും ഉള്ളിയായിരിക്കും സ്റ്റാർട്ടർ. അങ്ങനെ അരിയേണ്ട സവാളയും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ രസത്തിന് നമ്മൾ മൂക്കാൻ വെച്ചിരുന്ന കൂട്ടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് രസം പൗഡറും കൂടെയാണ് ആഡ് ചെയ്തെടുക്കുന്നത്. അമ്മ രസം ഇടുമ്പോഴത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഇന്നത്തെ രസത്തിന് ടേസ്റ്റ് കൂടാനായിട്ടൊരു പ്രത്യേക ടെക്നിക്കുണ്ട്. അത് ഞാൻ ഇനി വഴിയേ കാണിച്ചു തരാം. ഞാൻ രസം ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ഞാൻ രസം പൗഡർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പൊടികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് കയറി അങ്ങ് മൂത്ത് തുടങ്ങും. അപ്പോൾ തന്നെ നമുക്കൊരു തക്കാളി അങ്ങോട്ട് മുറിച്ചിടാം. അപ്പോൾ അത് ഈ കരിഞ്ഞ് പിടിക്കുന്നതും ആ ഒരു പുകച്ചിലും ഒക്കെ അങ്ങ് മാറും. തക്കാളിയിൽ ഇച്ചിരി വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ടല്ലോ. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിഴിപുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നൊരു ഇത്തിരി അതിലോട്ട് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് അതൊരു കുഴമ്പ് പരുവത്തിൽ വേവിച്ചെടുക്കണം. 2 പേര് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ടേബിളിൽ കഴിക്കാനായിട്ട് വന്നിരിപ്പുണ്ട്. ഇതിന് കൂടെ മുട്ടയൊക്കെ ചിക്കി ചേർക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതാണ്. പിന്നീട് ഓർത്തു ഇന്ന് ഫുള്ള് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അവരിഷ്ടം പോലെ നോൺ വെജും വെജിറ്റബിൾസും ഒക്കെ കഴിക്കും. അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ പോട്ടേന്ന് കരുതി 2 പേർക്കും ന്യൂഡിൽസ് എടുത്ത് ഫോക്കും വെച്ച് ഒരു ഇത്തിരി സോസ് മേലെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നിലു ഫോക്ക് യൂസ് ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. അതെടുത്ത് മാറ്റി കൈകൊണ്ട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഫോക്ക് യൂസ് ചെയ്യുന്നത് പഠിക്കത്തില്ല. ഒരു 3 വയസ്സൊക്കെ തൊട്ട് കുക്കു നൂഡിൽസൊക്കെ നല്ലപോലെ ഫോക്ക് വെച്ച് കഴിക്കും. അപ്പോൾ അതുപോലെ തന്നെ അവനും അങ്ങോട്ട് ശരിയാകാനായിട്ട് അവനും ഞാൻ ഫോക്ക് തന്നെ കൊടുത്തു. അങ്ങ് കഴിച്ചോളും കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും എടുത്ത് മാറ്റിയിട്ട് വാരി കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്താൽ അവരൊരിക്കലും പഠിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പേസിൽ കഴിക്കട്ടെ എന്ന് കരുതി. രസത്തിൻ്റെ കൂട്ട് അങ്ങോട്ട് മൂക്കുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി പുളിവെള്ളവും വെള്ളവും ഒക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തിളയ്ക്കും മുമ്പെങ്ങ് മാറ്റി വയ്ക്കാം. തിളച്ച് കഴിഞ്ഞാൽ രസത്തിന് അധികം ടേസ്റ്റ് ഉണ്ടാവത്തില്ല. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഞാനത് മാറ്റി. രസം കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൻ്റെ അകത്ത് ചേർക്കേണ്ട ഒരു സാധനമുണ്ട്, ഞാൻ പറഞ്ഞു തരാം പിന്നീട്. സക്സസ്ഫുള്ളി നമ്മൾ കുക്കർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ചോറ് റെഡിയായി. അത് ഞാൻ ഊറ്റിയിട്ട് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന കൗണ്ടർ ടോപ്പിൻ്റെ നേരെ താഴത്ത് അങ്ങോട്ട് ഒതുക്കി അങ്ങ് മതിൽ പറ്റ കൊണ്ടുവച്ചു. കൗണ്ടർ ടോപ്പിൽ തൽക്കാലം സ്ഥലമില്ല. പിള്ളേർ ഇരുന്ന് കഴിക്കുന്നിടത്ത് ഇത്രയും ചൂടോടുകൂടി അതെനിക്ക് കൊണ്ടുവയ്ക്കാനും പറ്റത്തില്ല. താഴോട്ട് കഞ്ഞിവെള്ളം വീഴുന്നതേ ഉള്ളൂ. ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഊട്ടപാത്രം അല്ല ഇപ്പോൾ എടുത്തിട്ടുള്ളത്, കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ താഴെ ഞാൻ ആ സ്റ്റീൽ കാസറോളാണ് വെച്ചേക്കുന്നത് കഞ്ഞിവെള്ളം വീഴാനായിട്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഇരിക്കുന്നതാണ് സേഫ്. എന്നിട്ട് ഞാൻ ആ കുക്കറിലേക്ക് വീണ്ടും ഒരു 2 നാഴി തികഞ്ഞില്ല, ഗ്ലാസ് നാഴിയല്ല അത്, ഒരു 1.25 ഗ്ലാസ് അരിയിട്ടു. കുക്കർ വീണ്ടും ഗ്യാസിലേക്ക് വെച്ചു. ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ പോർക്കും വെന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് മാറ്റി. 2 പേര് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. കൈ കഴുകാനായിട്ട് വന്നതാണ്. 2 പേരോട് ഞാൻ പോയിരുന്ന് TV കണ്ടോളാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ ബീഫ് വെന്തു. ഞാൻ പറഞ്ഞ ആ ടേസ്റ്റ് എൻഹാൻസർ ഇതാണ്. നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനല്ലേ, അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആ വെള്ളം ഇത്തിരി ആ രസത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ടേസ്റ്റ് അടിപൊളിയായിരിക്കും. നിങ്ങളൊരു കംപ്ലീറ്റ് വെജ് ആണെങ്കിൽ പ്രിറ്റൻഡ് ദാറ്റ് യു ഡിഡ്ന്റ് ഹിയർ ദാറ്റ്. ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല, നിങ്ങളത് കേട്ടിട്ടുമില്ല. ഇനി ഈ ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ അതിൽ കുറച്ച് ബിരിയാണി മസാലയും ഇത്തിരി മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒന്നും ഡീപ്പ് ഫ്രൈ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് ഇതങ്ങിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൊരിച്ച് എടുക്കുന്നുണ്ട് സംഭവം. രണ്ടാമത്തെ കുക്കർ ഫ്രീ ആയ സ്ഥിതിക്ക് അതിലേക്ക് നമുക്ക് പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പോർക്ക് ഞാൻ ഇന്ന് വിന്താലുമാണ് വെക്കാൻ പോണത്. പോർക്കിലേക്ക് അല്പം ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടിയിട്ട് അല്പം വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത്
നമുക്ക് ബീഫ് വേവുന്ന അത്രയും സമയം തന്നെ പോർക്കിനും വേണം. ഒരു 4 വിസിൽ ഹൈ ഫ്ലെയിമിൽ, ഒരു 3-4 വിസിൽ ലോ ഫ്ലെയിമിൽ. പോർക്കും ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. ആൻഡ് ഇനി നമ്മൾ വെജിറ്റബിളിനായിട്ട് എടുക്കുന്നത് ഒരു ക്യാബേജാണ്. പെരുന്നാൾ ഒരുക്കം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്ലോഗിൽ ഞാൻ കടയിൽ പോയത് കാണിച്ചില്ലേ, അപ്പോൾ ഞാൻ ഒരു ചെറിയ ക്യാബേജ് മേടിച്ചിരുന്നു. അത് ചെറുതായിട്ട് നുറുക്കി അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനിടയിൽ ബീഫ് ഇളക്കാൻ മറന്നു പോകരുത്, ചുവട്ടിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും ബീഫൊക്കെ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പാത്രത്തിൽ തന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ എനിക്ക് വിന്താലും വെക്കണം. ഒരുപാട് പാത്രമായാൽ കഴുകി വെക്കാനും തിരിച്ച് പിറക്കി വെക്കാനും ഒക്കെ പാടായിരിക്കും. ഇന്ന് എന്തായാലും ഇഷ്ടംപോലെ പാത്രം ഉണ്ടാവും, പറ്റുന്നിടത്തൊക്കെ കുറയ്ക്കണമല്ലോ. ആ ഒരു ക്യാബേജ് ചെറുതായിട്ട് അരിയുന്ന അത്രയും സമയം മതി ബീഫൊന്ന് മുരിയാനായിട്ട്. ഓൾറെഡി കുക്ക്ഡ് അല്ലേ. അത് കോരി മാറ്റിയിട്ട് കുറച്ചുകൂടെ എണ്ണ കുറവായതുകൊണ്ട് മാത്രം ഇത്തിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയുള്ളിയും സവാളയൊക്കെ കൂടെ അതിലേക്ക് ഇട്ടു. അതിനി ഒന്ന് ബ്രൗൺ കളറായി വരണം. മൊത്തത്തിൽ മുരിയണ്ട, പക്ഷേ ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഈ എൻഡിലെ ഗ്യാസിൻ്റെ ബർണർ ഒഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കടായി വെച്ച് അതിൽ ക്യാബേജ് ചെയ്തെടുക്കാം. ക്യാബേജ് മെഴുക്ക് പുരട്ടിയോ തോരനോ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇത്തിരി ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അതിന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഇത്തിരി കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇപ്പോൾ അരിഞ്ഞ സവാളയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അരിഞ്ഞ് ചേർത്ത് വഴറ്റി പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത്രയും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്താൽ ചിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. ഇപ്പോഴെങ്ങും അത് ചിക്കേണ്ട യാതൊരു കാര്യമില്ല. ആ പാത്രം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അത് അവിടെ ഇരുന്ന് പതുക്കെ വെന്തോളും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊടികളായിട്ട് അതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത്തിരി ഉപ്പ്, ഇത്തിരി പെപ്പർ പൗഡർ. സവാളയും ചെറിയുള്ളിയൊക്കെ നമുക്ക് വേണ്ട പരുവത്തിനായിട്ടുണ്ട്. അതിലേക്ക് മുഴുവൻ മസാലകളായിട്ട് ഒരു 3 ഗ്രാമ്പു, ഒരു ഇത്തിരി പട്ട, കുറച്ച് പെരുംജീരകം, പിന്നെ പൊടികളായിട്ട് കുറച്ച് സാദാ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു നല്ല മണമൊക്കെ വരാനായിട്ട് വീണ്ടും ഇത്തിരി ഗരം മസാലയും ഇത്തിരി ബിരിയാണി മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സൗണ്ടിന് ഇത്തിരി പ്രശ്നമുണ്ട്, മൂക്കൊക്കെ അടഞ്ഞിരിക്കുവാണ്. ഗാനമേള കേൾക്കാൻ പോയി തണുപ്പത്തിരുന്നിട്ട് എൻ്റെ കംപ്ലീറ്റ് സിസ്റ്റംസും അടിച്ചു പോയിരിക്കുകയാണ്. പിള്ളേർക്ക് ഓർത്ത് തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു, പക്ഷേ ഞാൻ ക്യാപ്പോ അല്ലെങ്കിൽ കവർ ചെയ്യാനായിട്ടൊരു ദുപ്പട്ട പോലും എടുത്തില്ല, ഇത്രയും സൈനസും പ്രശ്നമൊക്കെ വെച്ചിട്ട്. ഏതായാലും ബാക്ക് ടു ദ റെസിപ്പി. നമ്മളിപ്പോൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ അകത്തുള്ള ഇത്തിരി ബാക്കി എണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആൻഡ് ഫോർ ദ ഫൈനൽ ടച്ച് ഒരു ഇത്തിരി നെയ്യ്, പിന്നെ ഇതിന് മീതയായിട്ട് ഉപ്പ് കുറവെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാനൊരു ഇത്തിരി ഉപ്പും, പിന്നെ തീ അണയ്ക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഇത്തിരി പെപ്പർ പൗഡർ അല്ലെങ്കിൽ ക്രഷ്ഡ് പെപ്പർ, ആ ഒരു ഗുമ്മ് കിട്ടാനായിട്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈയും റെഡിയായി. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. ചോറ് രണ്ടാമതായത് വിസിലടിച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു മറ്റേതിൻ്റെ മേലോട്ട് തന്നെ ഇട്ടു കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കൊടുത്ത വലിയ 2 പണികൾ ചെയ്തു തീർത്ത് ഇനി ഈ കുക്കറിന് റെസ്റ്റ് എടുക്കാം. കഴുകി നമുക്ക് വെയിലത്ത് വെളിയിൽ ഉണക്കാൻ വെക്കാം. പോർക്ക് വിന്താലു വെക്കാനായിട്ട് ഒരു ഓയിലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പോർക്കിൽ നിന്ന് വരുന്ന ഈ ഒരു നെയ്യ് തന്നെ മതി. അതൊന്ന് തെളിച്ച് ആ പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അതങ്ങോട്ടേക്ക് വെക്കാം. ഇതൊന്ന് നല്ല രീതിക്ക് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വിനാഗിരി ഒഴിച്ച് പേസ്റ്റ് പരുവത്തിന് കുറച്ചധികം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്താൽ മതി. നെയ്യൊക്കെ തിളച്ച് വന്നു. ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്തു. പോർക്കിന് ഞാൻ സവാളയോ തക്കാളിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചെവ പോകണം. അപ്പോൾ കുറച്ച് നേരം അതങ്ങനെ ഇരുന്ന് മൂക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് കുറച്ച് സാദാ മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഈക്വലായിട്ടോ കളർ തോനെ വേണമെങ്കിൽ എന്നെ പോലെ കാശ്മീരി മുളക് പൊടി എടുക്കുന്ന ക്വാണ്ടിറ്റി ഇത്തിരി കൂട്ടി എടുക്കാം. വിനാഗിരി ഒഴിച്ച് ഇത് കുഴച്ച് ഒരു ഉണ്ടയാക്കി വെക്കാം. കറിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കളർ കിട്ടത്തില്ല. ഇങ്ങനെ കുഴച്ചിട്ട് നമ്മൾ ആ നെയ്യ് മൂക്കുമ്പോൾ അതിലോട്ട് ഇതിങ്ങനെ ചേർക്കാമെങ്കിൽ എൻ്റെ ഡ്രസ്സിൻ്റെ കളർ പോലെ നല്ല ചുവന്ന് തുടുത്തിരിക്കും വിന്താലു. ഈ ഒരു ഗ്രേവി നല്ല പോലെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതൊന്ന് കുറുക്കി എടുത്തിട്ട് വെന്ത പോർക്ക് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതൊന്നിരുന്ന് ആ പുളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഒന്ന് സെറ്റ് ആവണം. ഒരു തുള്ളി എണ്ണ പോലും ഒഴിച്ചിട്ടില്ല, അത്രയ്ക്ക് നെയ്യുണ്ട്. അതിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എരിവ് വേണ്ടവർക്ക് എരിവ് കിട്ടാനായിട്ട് ഞാനൊരു 3 പച്ചമുളക് നമ്മൾ മന്തിയിലൊക്കെ ചെയ്യുന്ന പോലെ അതിലൊന്ന് കുത്തി നിർത്തിയിട്ടുണ്ട്. ക്യാബേജ് റെഡിയായി, അതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ഇന്ന് 8:30 തുടങ്ങിയ കലാപരിപാടികൾ ഒരു 11 മണിയായപ്പോഴത്തേക്ക് എല്ലാം ഫിനിഷായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ ലഞ്ചിന് പോർക്ക് വിന്താലു, BDF അഥവാ ബീഫ് ഡ്രൈ ഫ്രൈ, രസം, ക്യാബേജ് തോരൻ, ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നലെ കനൽ ബാക്കി കിടന്നതുകൊണ്ട് രാത്രി അത് ബാർബിക്യൂ ചെയ്ത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് അവനിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഫ്രൈയും റെഡി.
വന്ന പാടെ വേറെ പണികളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മമ്മി ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. ഡാഡ 2 പച്ച തേങ്ങ കൊണ്ടുവന്നിരുന്നു. തേങ്ങ തിരികാൻ മടിയുള്ള ഞാൻ മെനക്കെട്ടിരുന്ന് അത് രണ്ടും തിരികി. ചേച്ചി പപ്പടമാണ് കേട്ടോ കാച്ചിക്കൊണ്ടിരുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പപ്പടം കൂടെ കാച്ചാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചേച്ചി ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഉരപ്പമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. പാളിപ്പോവാൻ ഒരുപാട് സാധ്യതയുള്ള ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഡാഡയാണ് ഇന്ന് ഉരപ്പം ഉണ്ടാക്കുന്നത്. ഞങ്ങളിത് ആ തേങ്ങ ആദ്യം ഒന്ന് ഡാഡ പിഴിഞ്ഞെടുത്തു. ബാക്കി ഞങ്ങൾ മിക്സിയിലിട്ടടിച്ച് തേങ്ങാപ്പാൽ എടുക്കുകയാണ്. നമ്മുടെ മാവും ഫുള്ള് ഈ തേങ്ങാപ്പാലിലാണ് കുഴയ്ക്കേണ്ടത്. അപ്പോൾ അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം പൊടി മേടിച്ച് വെക്കാനായിട്ട് എൻ്റെ അടുത്ത് ഡാഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റിയിലൊരു കൊതുകാണ് ഇരുന്നത്, അത് ചേച്ചി അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ടല്ലോ. ഉറക്കക്ഷീണം ഇല്ല എന്നുള്ളത് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. രാത്രിയും ഉറക്കം വരത്തില്ല, രാവിലെയും കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എന്തെങ്കിലും പരിപാടികളൊക്കെ തുടങ്ങിക്കളയും. കുക്കും ഡാരലും കൂടെ അതേ വെളിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോ എന്നോട് പറഞ്ഞു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്യുമെന്ന്. ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഇവിടെ ചെയ്യുന്ന ആൾ ദേ ഇതാണ്. മമ്മിയാണ് ഡീപ്പായിട്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾ. ആലനാണ് ക്ലീൻ ചെയ്യുന്നത്. അത് പക്ഷേ ഈ സാധനങ്ങളെ ഒന്നും വേദനിപ്പിക്കാതെ അതിൻ്റെയൊക്കെ ചുറ്റും കൂടെ അല്ലെങ്കിൽ പുറത്തും കൂടെ ഒക്കെ ഉള്ളൊരു ക്ലീനിങ് ആയിരിക്കും. മമ്മി മാറ്റും ഷൂറാക്കും എന്തൊക്കെ എടുത്ത് മാറ്റാൻ പറ്റാവോ കട്ടിലൊക്കെ വരെ മൂവ് ചെയ്തിട്ടായിരിക്കും ക്ലീൻ ചെയ്യാറുള്ളത്. ഞാൻ തുമ്മുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് മമ്മിയാണ് സ്കൂളിലിരിക്കുമ്പോൾ. ഷീ നോസ് ദാറ്റ്. അപ്പോൾ ദേ അപ്പം ഇടിയപ്പം പൊടി ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 1.5 കപ്പ്, അതാണ് മെഷർമെൻറ്റ്. നിങ്ങൾ ഇത് നോക്കി ചെയ്താലും സക്സസ്ഫുൾ ആവുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഒരുപാട് പേര് ചെയ്ത് പാളിയൊരു ഐറ്റമാണിത്. അപ്പോൾ അതേ അതിനി അപ്പം മാവിനേക്കാളും ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അതിങ്ങനത്തെ ഒരു വെള്ളം പോലെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ ഒരപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് നട്ട്സും പ്ലംസും ഒക്കെ ഇട്ട് കൊടുക്കുക. എഗ്ഗ് ചേർത്ത് ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഞങ്ങൾ ഇന്ന് എഗ്ഗ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അളിയൻ എവിടെ പോയെന്ന്? ഇവിടെ ഉണ്ടോ പൊടി മീ അളിയ ചുരുക്കം പറഞ്ഞാൽ ഇതിന്ന് ഉറപ്പാവോ പായസമൊക്കെ പിന്നെ അറിയാം. ഇത് പാളി കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇന്നിവിടെ ഇപ്പൊ എന്തൊക്കെ സംഭവിക്കാറില്ല നോക്കട്ടെ. പിന്നെ തണുക്കണം. പാവം എന്റെ അളിയൻ. അളിയന് പറ്റിയ പണി തുടക്കത്തിലായിരുന്നു ആ തേങ്ങ വീഴുന്നത്. എനക്ക് കാശിന് ഇപ്പൊ എന്താ കുറവ്? ഞാൻ അറിഞ്ഞ അങ്ങനെയാണല്ലോ. നിന്റെ കെട്ടിയ പറഞ്ഞ അങ്ങനെയാണല്ലോ. ഞാൻ ഇപ്പൊ ഇറച്ചിയൊക്കെ വാങ്ങിച്ചതിനായിരിക്കും. കൊച്ചിനെ കൈ എടുത്തോണ്ട് പോകണം. അവളെ കൊച്ചിനെ എടുത്തല്ലോ. ഈ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടാ. ചെയ്യും, നീ ഇത് ചെയ്തേ പറ്റൂ. അന്റെ ഭാര്യ, അതായത് വിത്തൗട്ട് വോയിസ്, വേറെ വോയിസ് ഇല്ലാണ്ട്. അത് ആലൻ അല്ല കേട്ടോ, ആലൻ്റെ കസിൻ ആൽവിനാണ്. ആലൻ ഇവിടെ ഉണ്ട്. ആ ധൂർത്തപുത്രൻ കറങ്ങി തിരിഞ്ഞിങ് എത്തും. അപ്പോൾ അതേ താഴെ ഒരു പാത്രത്തിൽ പരലുപ്പ് വെച്ച് അതിന് മീതെ നമ്മുടെ ആ ഒരു തിരികെ വെച്ച് അതിന് മീതെയാണ് ഉരപ്പത്തിൻ്റെ. ഇത് അവസാനം ഇങ്ങനെ കട്ടിയാകുമ്പോൾ ഇത് മിക്സ് ചെയ്യാൻ പാടാം. പിന്നെ അളിയനാണ് ഇത് ഇളക്കി ആ ഒരു പരുവത്തിൽ ഇങ്ങനെ മേളിൽ സ്മാഷ് ചെയ്ത് നീറ്റാക്കിയത്. അതിന് മീതെ കുറച്ച് നെയ്യും കൂടെ വെച്ചിട്ട് മേലെ ഇതുപോലെ ഒരു ട്രേയും കൂടെ വെച്ച് തൊണ്ട് കത്തിച്ച് ഇങ്ങനെയാണ് ഈ സാധനം വേകേണ്ടത്. ഇത് 40 മിനിറ്റ് എടുക്കുമെന്നും 45 മിനിറ്റ് എടുക്കുമെന്നും 55 മിനിറ്റ് എടുക്കുമെന്നും വരെ യൂട്യൂബിൽ പല റെസിപ്പീസിൽ ഞാൻ കണ്ടു. ഞങ്ങൾ എന്തായാലും ഇതൊരു 45 മിനിറ്റ്സ് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ ഇത്തിരി ടാങ്ക് ലൈമാണ് ഡാഡയ്ക്ക് കലക്കി കൊടുത്തത്. അതാ നമ്മുടെ ധൂർത്തപുത്രൻ എത്തിയിരിക്കുന്നത്. പുകച്ച് പുറത്ത് ചാടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഈ വീട് മൊത്തം പുകച്ച് എത്തിച്ചതാണ് സാധനത്തെ. ഉരപ്പത്തിൻ്റെ പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ഇത് നമുക്ക് ലഞ്ചിന് മുന്നേ കഴിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പറ്റൂല, അത് വൈകുന്നേരം ആവും തണുത്ത് മുറിക്കാൻ പരുവത്തിന് എത്തുമ്പോഴത്തേക്ക്. പിള്ളേരൊക്കെ ദേ ആ ടെട്രോപോഡിൻ്റെ മേളിലാണ് കയറി നിന്ന് കളിക്കുന്നത് കേട്ടോ. കുക്കും ഡെല്ലിയും പിന്നെ ടെമ്മിച്ചേട്ടൻ്റെ പിള്ളേരും ഒക്കെ ഉണ്ട്. അവർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് മൊത്തം ടെട്രോപോഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും, അവരെൻ്റെ മീതെ കയറി കളിക്കും. കൂട്ടുകാരോടൊക്കെ തൽക്കാലത്തേക്ക് വിട പറഞ്ഞ് ഫാമിലി ടൈമിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് ആ നടന്നു വരുന്നത്.
നിലു അവിടെ പുറത്തുണ്ടായിരുന്നു കേട്ടോ. അതോ അവിടെ ഷാബിൻ്റെ കയ്യിലിരിക്കുന്നു. ഇവർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവനും കളിക്കണം എന്നും പറഞ്ഞ് കിടന്ന് നിലവിളിക്കും. അപ്പോൾ അവൻ കരച്ചിൽ മാറ്റാനായിട്ട് എടുത്തുകൊണ്ട് പോയതാ. അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത് കണ്ണമ്മോനാണ്. രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതിരുന്നുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചേച്ചീനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാനിരുന്നു. മമ്മി പിള്ളേർക്കെല്ലാം കൂടെ വാരി കൊടുക്കുവാണ് കേട്ടോ. മൃഷ്ടാന ഭോജനം കഴിഞ്ഞ് ഒരു നീണ്ട ഉറക്കം. ഉറങ്ങി എണീറ്റപ്പോഴേക്ക് അവരിതേ തിരിച്ച് പുലിച്ചിറയിലേക്ക് പോകാനുള്ള പ്ലാനായി. ഡാരല് 10ാം ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അവന് എക്സാം നടക്കുക. അപ്പോൾ നാളെ എക്സാം ഉണ്ട്, അവന് പഠിക്കുകയും വേണം. അപ്പോൾ വീട്ടിലേക്ക് അവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഉറപ്പമൊക്കെ പാത്രത്തിലെടുത്തു. ഞാനിതിങ്ങനെ മുറിച്ച് വെക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ തന്നെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഒരു രക്ഷയില്ല. അത്രയും നേരം ആ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന അലൻ്റെ കസിൻ ആൽവിൻ അല്ലെങ്കിൽ ജാക്കി, അവനൊരു പീസ് കൊടുക്കണമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഒരു പീസ് പോലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങ് തിന്ന് തീർത്തു. കുറച്ച് ലില്ലിയം ചിക്കൻ സേറമോളുടെ വീട്ടിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പോകുമ്പോഴുള്ള കരച്ചിൽ ഒഴിവാക്കാനായിട്ട് സേറമോളിങ് ഇപ്പുറത്ത് വന്നു. ഞാൻ ആ എടുത്ത പരലുപ്പൊക്കെ തിരിച്ച് ഭരണിയിലേക്കാക്കി. നിലു ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അവന്മാരുടെ കൂടെ ആയിരുന്നു, കണ്ണമോൻ്റെയും ടീംസിൻ്റെയൊക്കെ കൂടെ. അത് സി ഡയമണ്ട്സ് ജൂനിയേഴ്സാണ്. സീനിയേഴ്സൊക്കെ പെണ്ണ് കെട്ടിയതുകൊണ്ട് വീട്ടിൽ വരുന്നില്ലേ, കഴിക്കാൻ വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ ഭാര്യമാരുണ്ട്. അവന്മാർക്ക് തൽക്കാലം അതില്ല. അങ്ങനെ അവരുടെ കൂടെ അർമാദിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണെന്ന് ഉറങ്ങിയത്. ഉറങ്ങി എണീറ്റപ്പോഴേക്കും മണി 6 ഉച്ചയ്ക്കത്തെ ചോറ് തീറ്റിയൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും ചിക്കൻ പീസും ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തോട്ട് പോവാം. ഇന്ന് നമ്മുടെ കടൽ ഓഫ് ദ ഡേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സൺസെറ്റും കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഞങ്ങൾ നടന്ന് ലില്ലിയൻസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിള്ളേർ അപ്പുറത്ത് നിന്ന് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നുണ്ട്. കുക്കു സാർ ഓൾറെഡി ഇവിടെ ആയിരുന്നു കേട്ടോ. ഈ BBQ ചെയ്ത ചിക്കൻ്റെ പീസസ് കയ്യിലെടുക്കുമ്പോൾ അങ്ങനെ എണ്ണയൊന്നും ആവത്തില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ചിക്കൻ പീസസ് ഒക്കെ ഏതായാലും ഏകദേശം കഴിയാറായി. ഇനി ഇവിടുത്തെ കളി അങ്ങ് കൊഴുക്കും കേട്ടോ. കാരണം ഷട്ടിൽ കോർക്ക് താഴെ വീണ് കഴിഞ്ഞാൽ നിലു അതെടുത്തുകൊണ്ട് ഓടും. അത് ഒഴിവാക്കാനായിട്ട് അവരിനി നല്ലപോലെ നോക്കി കളിക്കും. പിന്നെ അതുമല്ല, നിലു നല്ല ക്രാങ്കിയാണ് കേട്ടോ. നല്ലൊരു ഉറക്കം അവന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം അവനുണ്ട്. താഴെ ഇറങ്ങുന്നില്ലായിരുന്നു, എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് മിനിയാൻറ്റിക്ക് കമ്പനി കൊടുക്കാനായിട്ട് അവിടെ നിന്നായി ബാക്കി ചോറ് തീറ്റ. ഇവന് ചോറ് കൊടുത്തു കഴിഞ്ഞ് പോയങ്ങ് റെഡി ആവണം. പള്ളിയിലെ പരിപാടി ഇന്നൊരു 7:30 7:45 തുടങ്ങും. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് അമ്മ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ നിലുവിനെയും കുക്കുവിനെയൊക്കെ റെഡിയാക്കുന്നത് അമ്മേനെ ഏൽപ്പിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ കട്ടൻ വെച്ചിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് എക്സ്ട്രാ ആണ് വെച്ചത്. അമ്മ വരും എന്ന് എനിക്കറിയായിരുന്നു. അമ്മയും ഞാനും കട്ടൻ കുടിച്ചു. ആലനുള്ള കട്ടൻ അവിടെ മൂടി വെച്ചു. ഞങ്ങളെല്ലാവരും റെഡിയായി. ആ ചെറിയ ഫുട്ബോൾ കോച്ചിങ്ങിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബാഗിൻ്റെ അകത്ത് വെള്ളമൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബിസ്ക്കറ്റ്സ് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സമയമില്ല, ബാക്കി എല്ലാവരും ഞങ്ങളെ കത്ത് അവിടെ വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ ഈ കട്ടനും കൂടെ കുടിച്ചിട്ട് വേണം ഇച്ചിരി ലിപ്സ്റ്റിക്ക് വിട്ട് ഓടി ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് മേടിക്കാം, അല്ലെങ്കിൽ തിരിച്ച് വരുന്ന വഴി മേടിക്കാമെന്ന്. ഈ ഒരു താലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലില്ലിയം ചിക്കും സേറമോൾക്കും കൊടുക്കാനുള്ള, അതായത് സേറമോളുടെ വീട്ടിലും കൊടുക്കാനുള്ള ഉറപ്പാണ്. അമ്മയ്ക്കുള്ളത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആലനോ അല്ലെങ്കിൽ ജാക്കിക്കോ ഒക്കെ കഴിക്കണമെങ്കിൽ എടുക്കാനായിട്ട് ടേബിളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ പെരുന്നാൾ തീർന്ന സങ്കടത്തിൽ ഞാൻ അതങ്ങ് തിന്ന് തീർത്തു. നിലുവിൻ്റെ ചെരുപ്പ് ഇറങ്ങാൻ നേരം കണ്ടില്ല. അതാണ് ആ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നത്. അവസാനം കാറിൽ നിന്ന് 2 ചെരുപ്പ് കിട്ടി. അമ്മ പ്രോഗ്രാമിന് വരുന്നില്ല കേട്ടോ, ഉറക്കം ഒഴിക്കാൻ വയ്യാന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇറങ്ങി. ഞങ്ങളെല്ലാവരും നടന്നാണ് പോകുന്നത്. അവിടെ സേറമോളും അമ്മയൊക്കെ റെഡിയായിട്ടിരിപ്പുണ്ട്. സി ഡയമണ്ട്സ് ജൂനിയേഴ്സ് ഓൾറെഡി വായി നോക്കാനായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. സീനിയേഴ്സ് പതുക്കെ ഇനി ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് പുറപ്പെടും. അപ്പനും കൊച്ചുവപ്പയൊക്കെ സി ഡയമണ്ട്സിൻ്റെ സൂപ്പർ സീനിയേഴ്സ് ആണ് കേട്ടോ. അവരുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ കിടന്നുറങ്ങും. പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കെല്ലാം അങ്ങോട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും. ആദ്യത്തെ ഒരു ഭക്തിഗാനമൊക്കെ കഴിഞ്ഞ് ഇല്ലുമിനാറ്റിയൊക്കെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് മൊത്തം കളറായി. ആൻഡ് ദാറ്റ് വാസ് രാജഹംസമേ. ആ പാട്ടായിരുന്നു. ആ വീണ വെള്ളി ഓഡിയൻസിന്റെ വകയായിരുന്നു കേട്ടോ. ആള് പാടി ഇങ്ങ് താഴെ എത്തി മൈക്ക് അവർക്ക് കൊടുത്തിരുന്നു. Johnny, eating sugar. ഉണ്ടാന കായം യാവും തന്നാലെ ആറിപ്പോകും മായമെന്ന് പൊന്മാനേ പൊന്മാനേ. കോപ്പിറൈറ്റ് വീഴാണ്ടിരിക്കാൻ അത് ഞാൻ പാടിയതാ, കൊച്ചു പാടിയതല്ല കേട്ടോ. അതിനാ ഞങ്ങൾ ആ കൈ വീശിയത്. അതിനിതേ തെക്കിനിയിലെ ഒരു തമിഴത്തി ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ എടിയല്ല, എടാ.
സൈക്കോസിൻ്റെ അങ്ങനെ ഭയാനകമായ അവസ്ഥയിലോട്ടൊന്നും പോകാതിരിക്കാൻ രാമനാഥന്മാർ തൊട്ട് പിറകിൽ തന്നെ നിരന്നിരിപ്പുണ്ട്. ഒരു വണ്ടി പോലീസിനെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ആ മരത്തിൻ്റെ താഴെ കണ്ടോ. ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്കും ഇങ്ങനെയൊക്കെ വളയാനും തിരിയാനും ഒക്കെ പറ്റും. അവിടെ നിന്ന് ഇവിടം വരെ നിലൂനെ എടുത്തുകൊണ്ട് നടന്നിട്ട് എനിക്ക് അതിൻ്റെ കിതപ്പ് തന്നെ മാറിയിട്ടില്ല. ഇത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. എന്ന് പറയുന്ന പാട്ടിന്റെ 4 വരി ഇവിടെ പാടുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫ്ലാഷ് ദയവ് ചെയ്ത് മണിച്ചേട്ടന് വേണ്ടി ഒന്ന് കത്തിക്കുക. സ്നേഹപൂർവ്വം നിങ്ങളുടെ അനുവാദത്തോടെ നാഗരിക വിനോസ്കാർ മ്യൂസിക് മീഡിയ ആദരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ ഫാദർ ബെൻസൺ. എനിക്ക് നാളെ ഇടാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാണെന്നുള്ള ജഗതിയുടെ ഒരു ഡയലോഗില്ലേ, അതുപോലെ തിരിച്ചിട്ടുകൊണ്ട് പോകാനുള്ള ഷൂസാണ് ആ കിടക്കുന്നത്. പണിഞ്ഞ് താജ്മഹാൾ ദേ ഇതിങ്ങനെയായി. അങ്ങനെ അച്ഛനും പാടി ഒരു പാട്ട്. ഈ തീരദേശത്ത് വന്ന് പ്രോഗ്രാം ചെയ്തിട്ട് കടലിൻ്റെ മക്കളാ കടലിൻ്റെ ആ പാട്ടില്ലാണ്ട് എങ്ങനെയാ? ആ ഒരു പാട്ടുണ്ടാക്കിയ ഓളം ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ ആടി തിമിർത്ത് ഗാനമേളയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. റോഡിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, മുമ്പേയും പുറകെയൊക്കെ. ഞങ്ങൾ കുറച്ച് മുന്നേ ഇങ്ങ് നടന്നതാണ്, കാരണം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകണം എന്ന് വാശി പിടിച്ച ആൾക്ക് തിരിച്ച് നടക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.